നിലമ്പൂരിലേക്ക് വാണിയമ്പുഴയിൽ ചാലിയാറിൻ്റെ തീരത്താണോ ചാലിയാർ പുഴയിലും നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിപിൻ സി വിജയൻ തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് വിപിൻ സി വിജയൻ. നിലമ്പൂരിലെ ചൂടുള്ള അവസ്ഥയൊക്കെ മാറി മഴയും തണുപ്പൊക്കെയായി ചാലിയാർ പുഴ എന്താണ് പ്രതികരിക്കുന്നത്? ഇപ്പോൾ പുഴയിൽ വെള്ളമുയർന്നോ? അതേ സ്കെയിൻ അതിശക്തമായ മഴയാണ് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നത്. മഴ മാറി നിൽക്കുന്നു എന്നുള്ളൊരു കാലാവസ്ഥയിലേക്ക് പോകുന്നതേയില്ല. കനത്ത മഴ ഇടവിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ ഉള്ളത് നിലമ്പൂരിലെ വാണിയമ്പുഴ കോളനിക്ക് ഇപ്പുറമുള്ള ഈ ചാലിയാറിൻ്റെ തീരത്താണ്. ചാലിയാറാണ് നമ്മൾ ഈ കാണുന്നത്. അതിശക്തമായിട്ടുള്ള ഒരു ക്രമാതീതമായി തന്നെ ജലനിരപ്പ് ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ നല്ല കുത്തൊഴുക്കുമുണ്ട്. ഇതിന് തൊട്ടപ്പുറത്തുള്ളതാണ് വാണിയമ്പുഴ കോളനി. അവിടെയാണ് ഇന്നലെ കാട്ടാന ആക്രമണം ഉണ്ടായത്. ഈ കാട്ടാന ആക്രമണത്തിലാണ് 46 വയസ്സുള്ള ബില്ലി അവിടെ കൊല്ലപ്പെട്ടത്. ആ മൃതദേഹം ഈ പുഴയ്ക്ക് ഇക്കരയ്ക്ക് എത്തിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടുള്ള അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സും NDRFിന്റെയും സംഘം ഒക്കെ ഇവിടെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. പുഴയിൽ വലിയ രീതിയിലുള്ള ജലനിരപ്പ് ഉയർന്നുകൊണ്ട് തന്നെ ഇതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഇന്നലെ ഡിങ്കി ബോട്ട് ഇറക്കിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അത് വിജയം കണ്ടിട്ടില്ല. ഇപ്പോൾ NDRFിന്റെ കൂടി സഹായം തേടിയിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും മൃതദേഹം ഇനി ഇപ്പുറത്തേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു ശ്രമം നടത്തുക. ഇവിടെ മാത്രമല്ല, ചാലിയാറിൽ മാത്രമല്ല, ഈ ഒരു പ്രദേശത്തുള്ള മുഴുവൻ പുഴകളിലും വലിയ രീതിയിൽ ജലനിരപ്പ് ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ മെമ്പർ കൂടി ചേരുന്നുണ്ട്. നല്ല ജലനിരപ്പ് നല്ല ഉയർന്നിട്ടുണ്ട്. ഒരു അവസ്ഥ ഇപ്പം മൃതദേഹം ഇങ്ങോട്ടേക്ക് എത്തിക്കാനും മൃതദേഹം ഇങ്ങോട്ട് എത്തിക്കാനും വഴിയില്ല. ഇന്നലെ ഞങ്ങളൊരു 4:30 തൊട്ട് നോക്കി. 5 മണിക്കാണ് ഫയർഫോഴ്സ് എത്തിയത്. അപ്പോൾ തൊട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ഒരു 7 മണിയോട് കൂടി ഇവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ഫയർഫോഴ്സ് നിയന്ത്രണം വിട്ട് ഒലിച്ചു പോയി. ഇന്നലെ രാത്രി 12 മണിക്കാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്, ഫയർഫോഴ്സുകാരാണ് രക്ഷപ്പെടുത്തിയത്. അതുകൊണ്ട് മൃതദേഹം അപ്പുറത്ത് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി രാവിലെ മൃതദേഹം എത്തിക്കാനുള്ള പരിപാടി നോക്കുകയാണ്. പക്ഷെ മഴ മാറാത്തോണ്ടല്ലേ? മഴ മാറാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെള്ളം നല്ലപോലെ ഉയർന്നിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ സദാ കിടക്കണ ഭാഗത്ത് ഇപ്പോൾ ഇറക്കാൻ പറ്റില്ല ബോട്ട്. കുറച്ച് മുകളിൽ തലപ്പാലി എന്ന് പറഞ്ഞ ഭാഗത്തെ ബോട്ട് ഇറക്കാൻ പറ്റുള്ളൂ. അവിടെ കുറച്ച് നീരൊഴുക്ക് കുറവുണ്ടോ? നീരൊഴുക്ക് കുറവുണ്ട്. ഇത്ര ഒലിവില്ല, നീരൊഴുക്ക് കുറവുണ്ട്. അതുവഴി ഇനി കോളനിയിലേക്ക് കയറാനുള്ള ശ്രമമാണല്ലേ? അതുവഴി കോളനിക്ക് കയറാനുള്ള ശ്രമമാണ്. ഇന്നലെ രാത്രി ഒരു 11:30-7 മണിക്ക് ഈ മൃതദേഹം ഇപ്പോഴേ എവിടെയാണ് കിടക്കുന്നത്? ശരിക്കും അവിടെ എത്താൻ ഇന്നലെയും ഫയർഫോഴ്സിന് കഴിഞ്ഞില്ല. അവർ തന്നെ ഒഴുക്കിൽപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോഴെന്താണ് അവസ്ഥ? അതുകൊണ്ട് ഇവിടുന്ന് ഒരു 2-3 അതെ സ്കെയിൻ, ഈ ചാലിയാറിന് അപ്പുറമാണ് വാണിയമ്പുഴ കോളനി ഉള്ളത്, ആദിവാസി നഗർ ഉള്ളത്. അവിടേക്ക് പോകാനാണ് ഇപ്പോൾ കഴിയാതിരിക്കുന്നത്. അതിനുള്ളൊരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടാണ് ഈ ബില്ലി എന്നുള്ള ആളെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. വീടിന് സമീപത്ത് കൂൺ പറിക്കുന്നതിന് വേണ്ടി പോയതായിരുന്നു. 2019 വീടുകളൊക്കെ നഷ്ടപ്പെട്ടതിന് ശേഷം അവിടെ താൽക്കാലിക കുടിലാണ് ഇവരൊക്കെ തന്നെ താമസിക്കുന്നത്. ഈ ഉന്നതിയിലേക്കാണ് ഇപ്പോൾ കടക്കാൻ കഴിയാതെ ഇരിക്കുന്നത്. ചാലിയാറിൽ ഇത്രയേറെ കുത്തൊഴുക്ക് വന്നതിന് ശേഷം, കാരണം അത്ര വലിയ മഴയാണ് പെയ്യുന്നത്. ഒപ്പം തന്നെ ഈ വയനാട്ടിൽ പെയ്യുന്ന മഴയുടെ കൂടി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുന്നത് ഈ നിലമ്പൂർ പ്രദേശത്തുള്ള പുഴകളിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ നീരൊഴുക്ക് കൂടിയിരിക്കുന്നു. ഇങ്ങനെ കുത്തൊഴുക്കായതുകൊണ്ട് തന്നെ ഇന്നലെ ഡിങ്കി ബോട്ട് ഇറക്കുകയും അത് നിയന്ത്രണം വിട്ട് താഴത്തേക്ക് പോകുന്നൊരു സാഹചര്യമായിരുന്നു ഫയർഫോഴ്സിൻ്റേത്. അങ്ങനെ ഫയർഫോഴ്സിലെ 7 പേർ അവിടെ ഈ വനത്തിൽ തന്നെ കുടുങ്ങി ഡിങ്കി ബോട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്താൻ കഴിയാതിരിക്കുകയായിരുന്നു. അവരെ രാത്രി രക്ഷപ്പെടുത്തിയത് തന്നെ രാത്രി 11 മണിക്ക് ശേഷമാണ്. ഇപ്പോഴും മൃതദേഹം അവിടെയാണ് ഉള്ളത്, അതായത് ആ കോളനിയിലാണ് ഉള്ളത്. ഈ പുഴ കടന്നു വേണം അങ്ങോട്ടേക്ക് പോകാൻ. അപ്പോൾ ഇപ്പോൾ മെമ്പർ പറയുകയായിരുന്നു, നമ്മൾ ഈ നിൽക്കുന്ന പ്രദേശത്തിലൂടെ ഇപ്പോഴും ഡിങ്കി ബോട്ടോ മറ്റ് സംവിധാനങ്ങളോ ഉപയോഗിച്ച് അപ്പുറത്തേക്ക് കടക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. അതുകൊണ്ട് ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള ഒരു സ്ഥലത്ത് അവിടെ ഇത്തിരി നീരൊഴുക്ക് കുറവുണ്ട്. അപ്പോൾ അതുവഴി ഈ കോളനിയിലേക്ക് എത്തുകയും പിന്നീട് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാനും കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ചാലിയാർ പുഴ കടന്ന് രക്ഷാപ്രവർത്തകർക്ക് അപ്പുറമെത്തിയ കോളനിയിൽ കാട്ടാന ചവിട്ടിക്കൊന്ന ബില്ലി എന്ന ചെറുപ്പക്കാരനെ കൊണ്ടുവരണം. ഇന്നലെ നടത്തിയ ശ്രമമെല്ലാം പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ട ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരും ഒഴുകിപ്പോകുന്ന അവസ്ഥയുണ്ടായി. എന്നാൽ അവരെ ഇന്നലെ അർദ്ധരാത്രി രക്ഷപ്പെടുത്തിയെന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ചാലിയാർ പുഴ ഇങ്ങനെ ഇത്രയും കൂലം കുത്തി ഒഴുകുന്ന ഈ വേളയിൽ രക്ഷാദൗത്യം കൂടുതൽ ദുഷ്കരമാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. മഴ അവിടെ തകർക്കുകയാണ്. ചാലിയാർ പുഴയിൽ നീരൊഴുക്ക് വർദ്ധിക്കുകയുമാണ്. ഈ പ്രതികൂല സാഹചര്യം കടന്നു വേണം മൃതദേഹം ഇക്കരെ എത്തിക്കാൻ.